അത്രയും വലിയൊരു ജനക്കൂട്ടത്തിനകത്ത് താൻ തൊട്ട് കഴിഞ്ഞാൽ, ഒന്ന് തൊട്ടാൽ മാത്രം മതി, ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് വിചാരിച്ച ആ സ്ത്രീയുടെ വിശ്വാസം. കർത്താവ് അതാ പറയുന്നത്, ആ വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്. ഞാൻ പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ഇന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സമയം ഇതാണ്. എല്ലാം കൊടുക്കാനല്ല, മറിച്ച് കർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ടോ എന്നാണ് നമ്മളുടെ ചോദ്യം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് ആർക്കെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കോ നമ്മളുടെ ഒപ്പമുള്ളവർക്കോ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് അതിൻ്റെ ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 13ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു 13ാമത്തെ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ ഭാഗമാണ്. നമുക്ക് വളരെ സുപരിചിതമായ രണ്ട് സംഭവങ്ങൾ അല്ലെങ്കിൽ രണ്ട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതായിട്ട്. 12 വർഷത്തോളം രക്തസ്രാവം മൂലം ബുദ്ധിമുട്ടിയ സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ടും, ഒപ്പം തന്നെ സിനഗോഗ് അധികാരിയായ ജായിറൂസിൻ്റെ 12 വയസ്സുള്ള പെൺകുട്ടിക്ക് സൗഖ്യം നൽകുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. വളരെ സുപരിചിതമായ ഭാഗം. ഇതിൽ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള മെസ്സേജാണ് കർത്താവ് തരുന്നത്. ഏറ്റവും ആദ്യത്തേത്, ആ സ്ത്രീയോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറയുന്നത്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. അത്രയും വലിയൊരു ജനക്കൂട്ടത്തിനകത്ത് താൻ തൊട്ട് കഴിഞ്ഞാൽ, ഒന്ന് തൊട്ടാൽ മാത്രം മതി, ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് വിചാരിച്ച ആ സ്ത്രീയുടെ വിശ്വാസം. കർത്താവ് അതാ പറയുന്നത്, ആ വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്. ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എത്രത്തോളം വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എവിടെയോ വിശ്വാസം കുറഞ്ഞുള്ള പ്രാർത്ഥനകളായി പോകുന്നില്ലേ? എവിടെയൊക്കെ നമ്മളും ചിന്തിക്കുന്നില്ലേ, കർത്താവ് എനിക്ക് ഈ ഒരു കാര്യം നിയോഗം നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ചിലപ്പോൾ ഇത് നടക്കുമായിരിക്കും, ചിലപ്പോൾ ഇത് നടക്കൂലായിരിക്കും എന്ന ഒരു പകുതി മനസ്സ്, എവിടെയോ ഒരു വിശ്വാസക്കുറവ് നമ്മളുടെ ഉള്ളിലില്ലേ? കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത്, കണ്ണുപൂട്ടി വിശ്വസിക്കുക. വലിയൊരു ജനക്കൂട്ടമായിരിക്കുന്ന സമയത്തും എല്ലാവരും അവനെ സ്പർശിക്കുമ്പോഴും അവരിൽ ഇല്ലാത്തപ്പോഴും ഞാൻ ഒന്ന് വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ച ആ സ്ത്രീയുടെ വിശ്വാസം, അത് വളരെ ശക്തമായ വിശ്വാസമാണ്. ഞാൻ മേടിച്ചെടുക്കും, സൗഖ്യം മേടിച്ചെടുക്കുമെന്നുള്ള വിശ്വാസം. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. പ്രാർത്ഥനകൾക്ക് വിശ്വാസം നിറഞ്ഞ പ്രാർത്ഥനകളായിട്ട് മാറട്ടെ. ഞാൻ പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ വിശ്വാസം കൊണ്ടുവരിക എന്നാണ്. പലപ്പോഴും ദൈവത്തിന് എത്ര സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്, വിശ്വാസത്തോടു കൂടി നമ്മളായിരിക്കുന്ന നിമിഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് പോയിട്ട് വീട്ടിൽ ഇപ്പോൾ കുറച്ച് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ, ഞാൻ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേറ്റു, ഇത്ര മണിക്ക് ഭക്ഷണം കഴിച്ചു, ഈ ജോലിക്ക് പോയി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ഇന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സമയം ഇതാണ്. അത് എത്രത്തോളം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? പലപ്പോഴും എവിടെയോ രാവിലെ ഒരു ഇച്ചിരി നേരം, വൈകുന്നേരം ഒരു ഇച്ചിരി നേരം, ഞായറാഴ്ചകളിൽ ഒരു ഇച്ചിരി കൂടുതൽ നേരം കുട്ടി കുർബാനയ്ക്ക് എന്ന രീതിയിൽ മാത്രമായിട്ട് നമ്മുടെ ജീവിതം നിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വളരെ ശക്തമായ വാക്യങ്ങളുണ്ട്. കർത്താവിനെല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനായിട്ട് നമുക്ക് വേണ്ടി മാറി. നമ്മളോടും ആവശ്യപ്പെടുന്നത് ഒരു സന്തുലിതയാണ്, ഒരു ബാലൻസാണ് ആവശ്യപ്പെടുന്നത്. എല്ലാം കൊടുക്കാനല്ല, മറിച്ച് കർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ടോ എന്നാണ് നമ്മളുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു സുവിശേഷത്തിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഒപ്പമായിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് വെറുതെ കുറച്ച് സമയം എൻ്റെ കുറച്ച് കാര്യങ്ങൾ കർത്താവിനോട് പറയുന്നത് മാത്രമാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഫുൾ ടൈം പള്ളിയിലിരുന്നോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് നടയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ നല്ല ആവശ്യപ്പെടുന്നത് ഏറ്റവും നല്ലൊരു കാര്യം അത് തന്നെയായിരിക്കും. പക്ഷേ അതിലും വലുതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവത്തോട് ചേർന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാം പ്രാർത്ഥനയായി മാറും. എല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് കുരിശ് വരച്ച് നമ്മൾ ദിവസം തുടങ്ങുകയാണെങ്കിൽ ആ എഴുന്നേൽക്കൽ ഒരു പ്രാർത്ഥനയായി മാറി. പാചകം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ പാചകം ചെയ്യാൻ, ആ പാചകം പ്രാർത്ഥനയായിട്ട് മാറും. ജോലി ചെയ്യുമ്പോൾ ആ ജോലി ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കുരിശ് വരച്ച് തുടങ്ങുകയാണെങ്കിൽ, വണ്ടി ഓടിക്കുമ്പോൾ അത് ഒന്ന് കുരിശ് വരച്ച് ഓടിക്കുകയാണെങ്കിൽ, ഒന്ന് ചിന്തിച്ച് നോക്കാം, ചെയ്യുന്ന ഓരോ കാര്യവും പ്രാർത്ഥനയായിട്ട് മാറും. എൻ്റെ ദിവസത്തിൽ ഷെഡ്യൂൾ ഞാൻ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഞാൻ കർത്താവിനോട് ചേർന്ന് നിന്നവനായിട്ട് മാറും.
കർത്താവ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. വിശ്വാസം പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കോൺക്രീറ്റ് ആയിട്ട് ജീവിതത്തിൽ ഓരോ നിമിഷവും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളായിട്ട് നമ്മളുടെ വിശ്വാസപരമായിട്ടുള്ള ജീവിതം മാറണം. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, എനിക്ക് തോന്നുന്നു ഇന്നത്തെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായൊരു കാര്യം, ഈ ജായിറൂസിൻ്റെ 12 വയസ്സുള്ള പെൺകുട്ടി മകൾക്ക് സൗഖ്യം ലഭിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ജായിറൂസാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് അപേക്ഷിക്കുന്നത്. എൻ്റെ മകൾ അസ്വസ്ഥയായിട്ടിരിക്കുന്നു, പാടില്ലാതിരിക്കുകയാണ്, സൗഖ്യം ഈശോൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ കൊണ്ടുപോകുന്ന ജായിറൂസാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് ഇതാണ്. എന്താണ്? കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം, എൻ്റെ പ്രാർത്ഥന, അതിൻ്റെ ഒരു ഇഫക്റ്റ് എനിക്ക് മാത്രമല്ല കിട്ടുന്നത്, അതിൻ്റെ ഒപ്പമുള്ളവർക്കും കിട്ടും. ജായിറൂസിൻ്റെ മകൾ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, അല്ലെങ്കിൽ ജായിറൂസിൻ്റെ മകൾ ആഗ്രഹിച്ചതുകൊണ്ടല്ല ജായിറൂസിൻ്റെ മകൾക്ക് സൗഖ്യം ലഭിച്ചത്. രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് അത് തന്നെയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ വിശ്വസിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ചു. ജായിറൂസിൻ്റെ മകളിന് സൗഖ്യം ലഭിച്ചത് ജായിറൂസിൻ്റെ മകൾ കാരണമല്ല, മറിച്ച് അപ്പൻ്റെ വിശ്വാസവും അപ്പൻ്റെ പ്രാർത്ഥനയും കൊണ്ടാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് ആർക്കെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കോ നമ്മളുടെ ഒപ്പമുള്ളവർക്കോ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് അതിൻ്റെ ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യം അത് തിരിച്ചറിയാത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ സ്വീകരണമാണ്. പലപ്പോഴും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കി, കർത്താവിനെ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ പോകും വഴി കർത്താവിൻ്റെ കൃപ മറ്റുള്ളവരിലേക്ക് പോകുന്നുണ്ടാവില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബോധ്യം ഉണ്ടാവണം, കർത്താവിനെ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞാൻ കർത്താവിനെയും വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വഹിച്ചുകൊണ്ട് പോകുന്ന ആ വഴികളിൽ കർത്താവിൻ്റെ ആ കൃപ മറ്റുള്ളവരിലേക്ക്, ഒട്ടും പരിചയമില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കൃപ വരും. അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളോ അവരോ അറിയില്ല അതിന് കാരണം എന്താണ്. മനസ്സിലാക്കുക, നമ്മൾ വഹിച്ചുകൊണ്ട് പോകുന്ന ദിവ്യകാരുണ്യമാണ്. പലപ്പോഴും സങ്കടം തോന്നിപ്പോയിട്ടുണ്ട്. കുർബാനയ്ക്ക് ശേഷം ആൾക്കാരെല്ലാവരും മുറ്റത്ത് വന്നുകൊണ്ട് സംസാരിച്ച് പല കാര്യങ്ങളുമൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് തമാശ പറഞ്ഞ് കുറ്റം പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കർത്താവിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. കർത്താവ് ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാൻ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം എനിക്ക് മാത്രം ഉള്ളതല്ല, മറിച്ച് അതിലൂടെ കൃപ മറ്റുള്ളവരിലേക്ക് എത്തണം. ചില പള്ളികളിലൊക്കെ ഞാൻ ഇരുന്ന സമയത്ത് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം സാധിക്കുമെങ്കിൽ ഒരു ഇച്ചിരി മൗനം പാലിച്ചുകൊണ്ട് നമ്മളുടെ വീടുകളിലേക്ക് പോവുക, നമ്മളുടെ മുറിയിലേക്ക് പോവുക. നമ്മുടെ മുറിയിലൊരു നടയുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു നടയുണ്ടെങ്കിൽ അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കുക. ചിന്തിച്ച് നോക്കിയേ, എത്രത്തോളം കൃപ നമ്മളുടെ വീട്ടിൽ നിറയും. കാരണം അവിടെ ഞാൻ കർത്താവിനെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയി എന്ന ബോധ്യം എനിക്കുണ്ട്. അങ്ങനെയെങ്കിൽ എത്രത്തോളം കൃപ നമ്മളുടെ വീട്ടിൽ വന്ന് നിറയും, എത്രത്തോളം കൃപ നമ്മൾ പോകുന്ന വഴികളിൽ നമുക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ സാധിക്കും. മനസ്സിലാക്കുക, സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തിന് ശക്തിയുണ്ട്. എൻ്റെ വിശ്വാസം എൻ്റെ രക്ഷ മാത്രമല്ല, മറിച്ച് എൻ്റെ വിശ്വാസം മറ്റുള്ളവരുടെ രക്ഷയ്ക്കും മറ്റുള്ളവരുടെ സൗഖ്യത്തിനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. ഇന്ന് ഈ ഒരാഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും ശക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനകളിൽ ഒരു ഇച്ചിരി കൂടി വിശ്വാസം കൂടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനാ മനോഭാവത്തോടുകൂടി ചെയ്യാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞാൻ സ്വീകരിക്കുന്ന ഈശോ അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ വിശ്വാസങ്ങൾ അതൊരിക്കലും എനിക്ക് മാത്രമുള്ളതല്ല, മറിച്ച് അതിൻ്റെ ഒരു ഇഫക്റ്റ്, അതിൻ്റെ ഒരു പൾസ് മറ്റുള്ളവരിലേക്ക് കർത്താവ് കടന്നു ചെല്ലും. കൃപ മറ്റുള്ളവരിലേക്ക് എന്നിലൂടെ പ്രവഹിക്കും എന്ന ബോധ്യത്തോടുമായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ഈശോയെ സ്വീകരിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ളവരിലേക്ക് നമ്മളുടെ കൃപകൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.